കൊല്ലം സ്വദേശികളായ സുകേഷിന്റെയും ഷമീറിന്റെയും സംസ്കാരം നടന്നു. ഇരുവർക്കും ഉറ്റവരും ഉടയവരും കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയേകി. ലൂക്കോസിന്റെ സംസ്കാരം നാളെയും സാജൻ ജോർജിന്റെ സംസ്കാരം പിന്നീടും നടക്കും. ഹൃദയം പൊട്ടുന്ന വേദനയോടെ രക്ഷിതാക്കൾ സുന്ദരേശനും ശ്രീകുമാരിയും ഭാര്യ രമ്യയും എന്ത് സംഭവിക്കുന്നു എന്നറിയാത്ത 7 വയസ്സുകാരി മകൾ അവനികയും അവരുടെ പ്രിയപ്പെട്ട സുകേഷന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. അവനിക അവളുടെ പ്രിയപ്പെട്ട അച്ഛന് നിത്യശാന്തി കിട്ടാൻ അന്ത്യകർമ്മം ചെയ്യുമ്പോൾ ഒന്ന് വിതുമ്പി. അവളെ എന്നും വീഡിയോ കോൾ ചെയ്യുന്ന അച്ഛൻ എന്നേക്കുമായി കാണാൻ പറയത്തായെന്ന് അവൾ അപ്പോഴറിഞ്ഞു. കൊല്ലം ശൂരനാട് ആനയടി സ്വദേശി ഷമീറിന്റെ മൃതദേഹം കല്ലൂർ മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ എത്തിച്ചു. പിന്നീട് ഷമീറിന്റെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചു. പ്രിയതമൻ മരിച്ചത് ഒടുവിലറിഞ്ഞ സുറുമി അവസാനമായി ഒരു നോക്ക് കണ്ടു. പിതാവ് ഉമറുദ്ദീനും അമ്മയും സഹോദരങ്ങളും തങ്ങളുടെ മകന് യാത്രയേകി. മന്ത്രി ചിഞ്ചുറാണിയും MLA-മാരും MP NK പ്രേമചന്ദ്രനും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. പ്രവാസിയായ സുകേഷിനായാലും ശരി, ഷമീറിനായാലും ശരി, അവരുടെ ജീവിത പോരാട്ടം ആരംഭിച്ചതാണ്. എങ്ങനെയെങ്കിലും കുടുംബത്തെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കരകയറ്റുക എന്ന് പറയുന്ന ഒരു വലിയ മനസ്സിനുടമകളായിരുന്നു ഇവരൊക്കെ. അവരുടെ ആ പോരാട്ടം ബാക്കി വെച്ച്, സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ് ഇപ്പോൾ മണ്ണോട് മണ്ണാവുന്നതും ഇരിഞ്ഞടങ്ങുന്നതും. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.